അധികാരികളുടെ ഇടപെടലില്ലാതെ സഞ്ചാരയോഗ്യമല്ലാതായ ഒരു റോഡ്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന കോതമംഗലം ബ്ലോക്ക് വാരപ്പെട്ടി പഞ്ചായത്തിലെ പാറ കോളനിയിലേക്കുള്ള വഴിയാണ് നാട്ടുകാരെയും യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് അധികൃതർക്കും ജനപ്രതിനിധികൾക്കും പരാതി നൽകിയെങ്കിലും യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രതിഷേധ സൂചകമായി ശ്രമദാനം നടത്തി റോഡ് ഗതാഗതയോഗ്യമാക്കി. പ്രായമായവരും രോഗികളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ റോഡ് ദിനംപ്രതി ഉപയോഗിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരോടും ജനപ്രതിനിധികളോടും റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പരാതി പറഞ്ഞിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നുമുണ്ടായ നിഷേധാത്മകമായ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ സ്വന്തമായി റോഡ് നന്നാക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഈ പൈപ്പ് കൂടെ ഇങ്ങനെ കിടക്കണം, ഈ റോഡിൽ കിടക്കണമെന്ന് ഞങ്ങൾക്ക് ഈ പാവപ്പെട്ടവർക്ക് ഒരു ഓട്ടോറിക്ഷ പോലും ഞങ്ങളുടെ വീടുകളിലേക്ക് വിളിച്ചുകൊണ്ടാൻ പറ്റില്ല. ദയവ് ചെയ്ത് പഞ്ചായത്ത് അധികൃതർ ഈ പൈപ്പ് ഇവിടെ നിന്ന് മാറ്റി തന്നെന്ന് താഴ്മയായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുക. 20 വർഷം മുൻപ് കോൺക്രീറ്റ് ചെയ്ത റോഡ് സഞ്ചാരയോഗ്യമല്ലാത്തതിനാലാണ് നാട്ടുകാർ പ്രതിഷേധ സൂചകമായി ശ്രമദാനം നടത്തി റോഡ് നന്നാക്കിയത്. ഓട്ടോറിക്ഷ പോലും വരാൻ മടിക്കുന്ന കോതമംഗലം ബ്ലോക്ക് വാരപ്പെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡ് കോഴിപ്പിള്ളിയിലെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാറ കോളനിയിലേക്കുള്ള വഴിയാണ് നാട്ടുകാർ ശ്രമദാനമായി നന്നാക്കിയത്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ നിരവധി പേർ ശ്രമദാനത്തിൽ പങ്കെടുത്തു. കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്കൊക്കെ വരാൻ ഭയങ്കര പാടാണ്. ഇവിടെ ആ പൈപ്പും അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എല്ലാം വഴിയെല്ലാം ആകെ മോശമായിട്ട് കിടക്കണു. കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. ഓട്ടോക്കാർ താഴെ ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് പോവുക. ഈ പ്രദേശത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അധികാരികൾ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് ആവശ്യപ്പെട്ടു. ഈ റോഡിന്റെ ഒരു ദുരിതാവസ്ഥ ഇപ്പോൾ സ്വയം ഏറ്റെടുത്ത് അവിടെയുള്ള കുടുംബാംഗങ്ങൾ തന്നെ അത് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവർക്ക് വലിയ ഗട്ടറുകളുണ്ട്. ആ ഗട്ടറുകളൊക്കെ ഒന്ന് നികത്താനായിട്ട് പഞ്ചായത്ത് അധികൃതർ തയ്യാറാവണം. അതുപോലെ ഒരു വലിയൊരു ഓസ് റോഡിന് നടുവിലൂടെ ആയതുകൊണ്ട് വാഹനം കടന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് പരിഹരിക്കണമെന്ന് ഇവിടെയുള്ള പ്രാദേശികവാസികൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.